നമസ്കാരം, എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് എക്സാം കോണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാളെ സെക്രട്ടറി അസിസ്റ്റന്റിന്റെ മെയിൻസിന്റെ എക്സാം ആണ്. അപ്പൊ നാളെ എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് MCQ ചോദ്യങ്ങൾ വേഗത്തിൽ ഒന്ന് നോക്കി പോകാം. അപ്പൊ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കുകയാണെന്ന് അറിയാം. മറന്നുപോയി എന്ന് തോന്നുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പഠിച്ച എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ട്. ക്വസ്റ്റിനെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ചിലപ്പം മാക്സിമം സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ടായിരിക്കാം PS ചോദിക്കുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് ആയിരിക്കാം. അപ്പൊ പേപ്പർ നമ്പർ 2 കൈകാര്യം ചെയ്യുമ്പോൾ കൃത്യമായിട്ടും ശ്രദ്ധയോടുകൂടി ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 1, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്ലി ഡിസ്ക്രൈബ് ദ ഓർഗനൈസേഷണൽ കൾച്ചർ? ഓർഗനൈസേഷണൽ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഒരു 4 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് എഴുതേണ്ടത്. 1, ഇറ്റ് റെഫേഴ്സ് ടു ദ ഷെയർഡ് വാല്യൂസ്, ബിലീഫ്സ് ആൻഡ് നോംസ് ദാറ്റ് ഗൈഡ് ദ ബിഹേവിയർ ഓഫ് മെമ്പേഴ്സ് ഇൻ ആൻ ഓർഗനൈസേഷൻ. 2, organizational culture is always formally written in the rules and procedure of the organization. 3, a strong organizational culture can enhance commitment and reduce the need for formal control. 4, organizational culture has no influence on employees motivation and job satisfaction. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ഓർഗനൈസേഷന്റെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളതെന്നാണ് ചോദ്യം. ആൻസർ ഞാൻ പറയാം. ഓപ്ഷൻ A ആണ്. 1ഉം 3ഉം ആണ് ശരി. നോക്കിക്കേ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറഞ്ഞത്? ഇറ്റ് റെഫേഴ്സ് ടു ദി ഷെയർഡ് വാല്യൂസ്, ബിലീവ്സ് ആൻഡ് നോംസ് ദാറ്റ് ഗൈഡ് ദ ബിഹേവിയർ ഓഫ് മെമ്പർ ഇൻ ആൻ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത്? ഒരു ഓർഗനൈസേഷനകത്ത് ഫോളോ ചെയ്യുന്ന കൾച്ചറുകൾ, അതായത് ആ ഓർഗനൈസേഷന്റെ വാല്യൂസ്, ബിലീഫുകൾ കാണും, അവിടെ പാലിക്കേണ്ട കുറച്ച് നോംസും റൂൾസും ഒക്കെ കാണും. ചിലപ്പോൾ ഡ്രസ് കോഡ് പോലും എന്തായിരിക്കാം? ഓർഗനൈസേഷൻ കൾച്ചറിന്റെ ഭാഗമായിട്ട് വരാം. സോ സ്റ്റേറ്റ്മെന്റ് നമ്പർ 1 ശരിയാണ്, ആണല്ലോ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? ഓർഗനൈസേഷൻ കൾച്ചർ ഈസ് ഓൾവേസ് ഫോർമലി റിട്ടൺ ഇൻ റൂൾസ് ആൻഡ് പ്രൊസീജിയർ ഓഫ് ദ ഓർഗനൈസേഷൻ. ആണോ? എല്ലാ റൂൾസും ഒരിക്കലും കൾച്ചർ എല്ലാം എഴുതി വെക്കണമെന്നില്ല. നമ്മളിപ്പോ അതിന്റെ പാർട്ടായിട്ട് വരുമ്പോൾ അവിടുത്തെ കൾച്ചർ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് എഴുതി വെക്കാത്തത് പോലും നമ്മൾ ഫോളോ ചെയ്തങ്ങ് പോവാണ് ചെയ്യുന്നത്. സോ സ്റ്റേറ്റ്മെന്റ് നമ്പർ 2 തെറ്റാണ്. 3 എന്താ? എ സ്ട്രോങ് ഓർഗനൈസേഷണൽ കൾച്ചർ ക്യാൻ എൻഹാൻസ് കമ്മിറ്റ്മെന്റ് ആൻഡ് റിഡ്യൂസ് ദ നീഡ് ഫോർ ഫോർമൽ കൺട്രോൾ. അല്ലെ? അത് ശരിയാണ്. അതായത് എ സ്ട്രോങ് ഓർഗനൈസേഷണൽ കൾച്ചർ എൻഹാൻസ് കമ്മിറ്റ്മെന്റ് ആൻഡ് റിഡ്യൂസ് ദ നീഡ് ഫോർ ഫോർമൽ കൺട്രോൾ. നമ്മൾ അതിന്റെ പാർട്ടായിട്ട് മാറി ആ കൾച്ചർ മനസ്സിലാക്കി, ഒരു സ്ട്രോങ് ഓർഗനൈസേഷണൽ കൾച്ചർ ഉണ്ടെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരു ഫോർമൽ കൺട്രോളിന്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. അങ്ങനെ നമുക്ക് കമ്മിറ്റ്മെന്റ് കൂടുകയും ചെയ്യും. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് നമ്പർ 3 ശരിയാണ്. നാലാമത്തെ തെറ്റാവാൻ കാരണം ഓർഗനൈസേഷണൽ കൾച്ചർ ഹാസ് നോ ഇൻഫ്ലുവൻസ് ഓൺ എംപ്ലോയീസ് മോട്ടിവേഷൻ ആൻഡ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. വളരെ തെറ്റാണ്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റേ അല്ല. സോ ഓപ്ഷൻ A ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പൊ അങ്ങനെ ആലോചിച്ചിട്ട് എഴുതുക. 2, റിഗാർഡിംഗ് ദ ചേഞ്ച് ഇൻ ഓർഗനൈസേഷൻ കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. 1, Kurt-Lewin മോഡൽ ഓഫ് ചേഞ്ച് ഇൻക്ലൂഡ് ദ സ്റ്റെപ്സ് അൺഫ്രീസ്, ചേഞ്ച് ആൻഡ് റീഫ്രീസ്. 2, organizational change is always resisted by employees due to fear of job loss or uncertainty. 3, adaptive organizations are more flexible in responding to environmental changes. 4, change can be both planned and unplanned. അതായത് ഡെലിബറേറ്റ് ആവാം, റിയാക്റ്റീവ് ആവാം. അപ്പൊ അതാണ് 4 സ്റ്റേറ്റ്മെന്റ്. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ ശരിയായിട്ടുള്ളതെന്നാണ് ചോദ്യം. എന്താ ചോദിച്ചിരിക്കുന്നത്? ചേഞ്ച് ഇൻ ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഓർഗനൈസേഷനകത്ത് ടെക്നോളജിക്കലിയോ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് നമ്മൾ വരുത്താറുണ്ട്. ആ ചേഞ്ചസുമായിട്ട് ബന്ധപ്പെട്ട 4 സ്റ്റേറ്റ്മെന്റുകളിനകത്ത് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരി എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ആൻസർ ഞാൻ പറയാം. ഓപ്ഷൻ A ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓപ്ഷൻ Aക്കകത്ത് 1ഉം 3ഉം 4ഉം ശരിയാണ്. Kurt-Lewin ഒരു മോഡൽ ഉണ്ട് അല്ലെ? ആദ്യം പറയുന്നത് എന്താ? പെട്ടെന്ന് നമ്മൾ ഫോളോ ചെയ്യുന്ന വരുന്ന ഒരു കാര്യത്തിന് ചേഞ്ചസ് വരുമ്പോൾ അത് 3 സ്റ്റെപ്പായിട്ടാണ് നടക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അൺഫ്രീസ് ചെയ്യുന്നു, ഓൾറെഡി ഉള്ളതിനെ അൺഫ്രീസ് ചെയ്യുന്നു, ചേഞ്ച് വരുത്തുന്നു, അതിനുശേഷം പിന്നെ റീഫ്രീസ് ചെയ്യുന്നു. ആ മാറിയ പാറ്റേൺ പിന്നെ നമ്മൾ ഫ്രീസ് ചെയ്ത് മാറ്റുന്നു. അതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ശരിയാണ്. പിന്നെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരി. അഡാപ്റ്റീവ് ഓർഗനൈസേഷൻ ആർ മോർ ഫ്ലെക്സിബിൾ ഇൻ റെസ്പോണ്ടിങ് ടു എൻവയോൺമെന്റൽ ചേഞ്ചസ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റും ചേഞ്ച് ആണ്. ചേഞ്ച് ക്യാൻ ബി ബോത്ത് പ്ലാൻഡും ആവാം, അൺപ്ലാൻഡും ആവാം. ചേഞ്ചസ് ചിലപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നതും കൊണ്ടുവരാം, അല്ലാത്ത രീതിയിലുള്ളതും കൊണ്ടുവന്നേക്കാം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓർഗനൈസേഷൻ ചേഞ്ചസ് ഇസ് ഓൾവേസ് റെസിസ്റ്റഡ് ബൈ എംപ്ലോയീസ് ഡ്യൂ ടു ഫിയർ ഓഫ് ജോബ് ലോസ് ഓർ അൺസർട്ടനിറ്റി. ഓർഗനൈസേഷണൽ ചേഞ്ച് കൊണ്ടുവരുന്ന സമയത്ത് എപ്പോഴും എംപ്ലോയീസ് റെസിസ്റ്റ് ചെയ്യും. എന്തുകൊണ്ട്? ആ ജോബ് ലോസ് ഉണ്ടാവുമോ, ജോലി നഷ്ടപ്പെടുമോ, അൺസർട്ടനിറ്റി. ഒരു പെർസെന്റേജ് ആൾക്കാർക്ക് പേടി വന്നേക്കാം, അപ്ഡേറ്റഡ് ആയില്ല എന്നുണ്ടെങ്കിൽ. അങ്ങനെയാണ്, അപ്ഡേറ്റഡ് ആയില്ല എന്നുണ്ടെങ്കിൽ എന്റെ ജോബ് നഷ്ടപ്പെടാം, അങ്ങനെയാണ് വരുന്നത്. ഒരിക്കലും ഓർഗനൈസേഷൻ ചേഞ്ചിനെ എംപ്ലോയീസ് റെസിസ്റ്റ് ചെയ്തില്ല. റെസിസ്റ്റ് ചെയ്യും, പക്ഷെ ജോലി നഷ്ടപ്പെടുമോ എന്നുള്ള രീതിയിലല്ല. മാറ്റം വരുന്ന സമയത്ത് അത് അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് അബൌട്ട് ഓർഗനൈസേഷണൽ കൾച്ചർ ടൈപ്പ്? 1, a clan culture emphasizes teamwork, participation and a family-like environment.
നോക്കിയ അതോക്രസി കൾച്ചർ സ്ട്രെസ്സസ് ഇന്നോവേഷൻ, റിസ്ക് ടേക്കിംഗ് ആൻഡ് അഡാപ്റ്റബിലിറ്റി. മാർക്കറ്റ് കൾച്ചർ ഫോക്കസ് ഓൺ കോമ്പറ്റീറ്റീവ്നെസ്, ഗോൾ അച്ചീവ്മെന്റ് ആൻഡ് പ്രൊഡക്ടിവിറ്റി. ഹയറാർക്കി കൾച്ചർ ഈസ് ബേസ്ഡ് ഓൺ ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഡീസെൻട്രലൈസേഷൻ. അപ്പൊ ഈ കൾച്ചർ മോഡൽസ് അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ കൾച്ചറിന്റെ ടൈപ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ചോദ്യം. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ കറക്റ്റ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 1, 2, 3 ആണ്. അതായത് ഒന്നാമത്തേത് ക്ലാൻ കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫാമിലി ടൈപ്പ് അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്ററി, എല്ലാവരും ഒരു ടീം വർക്ക് പോലെ ടീമായിട്ട് ചെയ്യുന്നതാണ്. അതോക്രസി മീൻസ് ഇന്നോവേഷൻ ആൻഡ് റിസ്ക് ടേക്കിംഗ് ആണ്, കറക്റ്റ് ആണ്. അടുത്തത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ എന്താ പറഞ്ഞത്? മാർക്കറ്റ് കൾച്ചർ ഫോക്കസ് ചെയ്യുന്നത് കോമ്പറ്റീറ്റീവ്നെസിനെയും ഗോൾ അച്ചീവിനെയും പ്രൊഡക്ടിവിറ്റിയാണ്, ശരിയാണ്. ഏറ്റവും ലാസ്റ്റ് ഹയറാർക്കി എന്ന് പറയുന്നത് ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഡീസെൻട്രലൈസേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹയറാർക്കി ആണോ? പേരിനകത്ത് തന്നെയുണ്ട്. ഹയറാർക്കി എന്താണ്? അവിടെ കൂടുതലായിട്ടും കൺട്രോളും സ്റ്റെബിലിറ്റിയും സെൻട്രലൈസേഷനും ആണ്, നോട്ട് ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഡീസെൻട്രലൈസേഷൻ. സോ സ്റ്റേറ്റ്മെന്റ് നമ്പർ 4 തെറ്റാണ്. ഓക്കെ ആണേ. നാലാമത്തത് കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് എക്കോസിസ്റ്റം. എക്കോസിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട 2 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്? ഒന്ന്, ദ ടേം എക്കോസിസ്റ്റം വാസ് ഫസ്റ്റ് കോയിൻഡ് ബൈ ചാൾസ് എൽട്ടൺ ഇൻ 1927. 2, an ecosystem is an open system where energy and matter flow across boundaries. ഈ 2 സ്റ്റേറ്റ്മെന്റിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്? എക്കോസിസ്റ്റം കോയിൻ ചെയ്തത് ചാൾസ് എൽട്ടൺ 1927 അതുപോലെ എക്കോസിസ്റ്റം ഒരു ഓപ്പൺ സിസ്റ്റം ആണോ, അവിടെ എനർജി മാറ്ററും ഒരു ബൗണ്ടറി വെച്ചിട്ട് ഫ്ലോ ചെയ്യുകയാണോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ആൻസർ എന്തായിരിക്കും? ആൻസർ ഒന്നാമത്തെ ആൻസർ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ദ ടേം എക്കോസിസ്റ്റം വാസ് കോയിൻഡ് ബൈ A.G. ടാൻസ്ലെ 1935 ചാൾസ് എൽട്ടൺ അല്ല. രണ്ടാമത്തത് ശരിയാണ്. എക്കോസിസ്റ്റം ഒരു ഓപ്പൺ സിസ്റ്റം ആണ്, അവിടെ എനർജി മാറ്ററും ഫ്ലോ ചെയ്യുന്നുണ്ട് അക്രോസ് ബൗണ്ടറീസ്, ബൗണ്ടറി ഇല്ലാതെ തന്നെ. സോ സ്റ്റേറ്റ്മെന്റ് നമ്പർ 2 മാത്രം ശരി, ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ്. അടുത്ത 5ാമത്തെ ചോദ്യമാണ്, വിത്ത് റെഫറൻസ് ടു ബയോട്ടിക് കമ്പോണൻസ് ഓഫ് എക്കോസിസ്റ്റം കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ബയോട്ടിക് കമ്പോണൻസിനെ നമ്മുടെ മനസ്സിലേക്ക് വരട്ടെ. ജീവനുള്ളത്. പ്രൈമറി കൺസ്യൂമേഴ്സ് ആർ ഓൾവേസ് ഹെർബിവോറസ്. ടെർഷറി കൺസ്യൂമേഴ്സ് ക്യാൻ ഓൺലി ബി കാർണിവോറസ്, നോട്ട് ഒംനിവോറസ്. ഒംനിവോറസ് കൊച്ചു ക്ലാസ്സിൽ പഠിച്ച ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് അവിടെ ശരി? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. പ്രൈമറി കൺസ്യൂമേഴ്സ് എപ്പോഴും ഹെർബിവോറസ് ആയിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ കരടി, റാബിറ്റ് പോലെയുള്ളതെല്ലാം തന്നെ പ്രൈമറി കൺസ്യൂമേഴ്സ് ആണ്, അവർ ഹെർബിവോറസ് തന്നെയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം ടെർഷറി കൺസ്യൂമേഴ്സ് ക്യാൻ ബി കാർണിവോറസ് ഓർ ഒംനിവോറസ്. അതായത് ലയണും ബിയറും ഒക്കെ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ കാർണിവോറസ് ആവാം അല്ലെങ്കിൽ ഒംനിവോറസും ആവാം. സോ സ്റ്റേറ്റ്മെന്റ് നമ്പർ 1 മാത്രം ശരി, ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ്. അടുത്ത 6ാമത്തെ ചോദ്യമാണ്, പ്രിയാമ്പിളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം, എപ്പോഴും ചോദിക്കാറുള്ളതാണ്. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ പ്രിയാമ്പിൾ ടു ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. 1, ഇറ്റ് ഈസ് ജസ്റ്റിഷ്യബിൾ ആൻഡ് ക്യാൻ ബി എൻഫോഴ്സ്ഡ് ഇൻ എ കോർട്ട് ഓഫ് ലോ. 2, ഇറ്റ് വാസ് ഹെൽഡ് ആസ് എ പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ കേശവാനന്ദ ഭാരതി കേസ് ഓഫ് 1973. 3, ഇറ്റ് ഈസ് ദ സുപ്രീം സോഴ്സ് ഓഫ് ദ അതോറിറ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതെല്ലാം അറിയാവുന്ന സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്, അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ കിട്ടും. ഓപ്ഷൻ ബി മാത്രമാണ് ഇവിടെ കറക്റ്റ്. അത് 2 മാത്രമാണ് ഇവിടെ ശരി എന്ന് പറയുന്നത് ആണല്ലോ. അടുത്തത് 7ാമത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് പേയേഴ്സ് ആർ കറക്റ്റ്ലി മാച്ച്ഡ് വിത്ത് റെസ്പെക്ട് ടു സുപ്രീം കോർട്ട് ജഡ്ജ്മെന്റ് ഓൺ ദ പ്രിയാമ്പിൾ. ഇതും ചോദിക്കാൻ സാധ്യതയുണ്ട്. ബെർബറി കേസ് 1960, പ്രിയാമ്പിൾ ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. 2, കേശവാനന്ദ ഭാരതി കേസ് 1973, പ്രിയാമ്പിൾ ഈസ് എ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. 3, യൂണിയൻ ഓഫ് ഇന്ത്യ വേഴ്സസ് LIC ഓഫ് ഇന്ത്യ 1995, പ്രിയാമ്പിൾ ഈസ് ഡയറക്ട്ലി എൻഫോഴ്സിബിൾ ഇൻ കോർട്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏത് സ്റ്റേറ്റ്മെന്റ് ഒക്കെ, അതായത് ഏതൊക്കെയാണ് കറക്റ്റ്ലി മാച്ച്ഡ് ആയിരിക്കുന്നതെന്നാണ് ചോദ്യം. സുപ്രീം കോടതി ജഡ്ജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രിയാമ്പിളുമായിട്ടുള്ള ചോദ്യമാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം ഇവിടെ ശരിയാണ്. 1ഉം ശരിയാണ്, 2ഉം ശരിയാണ്, 3 മാത്രം തെറ്റ്. അപ്പം ബെർബറി കേസ് പ്രിയാമ്പിൾ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് അല്ലെന്നും കേശവാനന്ദ ഭാരതി കേസിലെ പ്രിയാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് ആണെന്നും പറഞ്ഞു. ഇത് തെറ്റാണ് കേട്ടോ. അടുത്തത് ഒരു 20 ചോദ്യങ്ങൾ, നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 ബന്ധപ്പെട്ട ഒരു 20 ചോദ്യമാണ്. വേഗത്തിൽ നോക്കി പോകാം. 1, ദ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 വാസ് പാസ്ഡ് ഓൺ. ഏതാണ് ഡേറ്റ്? 9 മെയ് 2000 ഇത് സൈൻ ചെയ്യുന്നത്. സോ IT ആക്ട് ഓഫ് 2000 പാസ് ചെയ്ത വർഷം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 2000 മെയ് 9. 2, ദ IT ആക്ട് 2000 കെയിം ഇൻ ടു എഫക്ട് ഓൺ. എന്ന് തൊട്ടാണ് ഇത് എഫക്റ്റിൽ വന്നത്? 17 ഒക്ടോബറിലാണ്. 2017 ഒക്ടോബറിലാണ് ഇത് എഫക്റ്റിൽ വരുന്നത്. 3, ദ IT ആക്ട് 2000 വാസ് ബേസ്ഡ് ഓൺ. എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് IT ആക്ട് 2000 എന്ന് പറയുന്നത്? ഓപ്ഷൻ എ ആണ്, അൺസിട്രൽ മോഡൽ ലോ ഓൺ ഇലക്ട്രോണിക് കൊമേഴ്സ്. ഓക്കെ.
അടുത്തത് 4, ഹൗ മെനി സെക്ഷൻ ഡസ് ദ IT Act 2000 കണ്ടെയ്ൻ? എത്ര സെഷൻസ് ആണ് ഇതിനകത്തുള്ളത്? 94 സെഷൻസ് ആണ് ഉള്ളത്. 5, ഹൗ മെനി ചാപ്റ്റേഴ്സ് ആർ ദെയർ ഇൻ IT Act? എല്ലാവർക്കും അറിയാം 13 ചാപ്റ്റർ ആണ് ഇതിനകത്തുള്ളത്. വിച്ച് ബോഡി ഇഷ്യൂസ് ആൻഡ് മെയിൻറ്റെയിൻ ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് അണ്ടർ IT Act of 2000? ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്, മെയിൻറ്റെയിൻ ചെയ്തത് ആ ഒരു സിഗ്നേച്ചർ, ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത് ആരാണ്? ഓപ്ഷൻ ബി ആണ്, കൺട്രോൾ ഓഫ് സർട്ടിഫൈങ് അതോറിറ്റി ആണ്. 7, സെക്ഷൻ 4 ഓഫ് ദി IT Act എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി, ലീഗൽ റെക്കഗ്നൈസേഷൻ ഓഫ് ഇലക്ട്രോണിക് റെക്കോർഡ്സ്. 8, സെക്ഷൻ 5 ഓഫ് IT Act ഡീൽസ് വിത്ത്, അഞ്ചാമത്തെ സെക്ഷനിൽ പറയുന്നത് ഇലക്ട്രോണിക് സിഗ്നേച്ചർ ലീഗൽ റെക്കഗ്നീഷനെ പറ്റിയിട്ടാണ്. 9, സെക്ഷൻ 6 ഓഫ് IT Act എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്? ഇ ഗവേണൻസ് ആൻഡ് ഓൺലൈൻ സർവീസസിനെ പറ്റിയിട്ട്. 10, സെക്ഷൻ 7 ഓഫ് ദി IT Act പ്രൊവൈഡ് ഫോർ റിട്ടൻഷൻ ഓഫ് ഇലക്ട്രോണിക് റെക്കോർഡ്സ്. അടുത്തത്, വിച്ച് സെക്ഷൻ പെനലൈസസ് ആക്ഷൻ ലൈക്ക് ഹാക്കിംഗ്, ഇൻട്രൊഡ്യൂസിംഗ് വൈറസ് ഓർ ഡാമേജിംഗ് കമ്പ്യൂട്ടർ സിസ്റ്റം? ഏത് സെക്ഷനായിട്ടാണ് ഇതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് പറയുന്നത്? എല്ലാ വർഷവും ചോദിക്കാറുള്ള ചോദ്യമാണ്. ഓപ്ഷൻ സി ആണ്, സെക്ഷൻ 43. ക്വസ്റ്റ്യൻ നമ്പർ 12, വിച്ച് സെക്ഷൻ പണിഷസ് ഫ്രോഡലന്റ് ആക്ട് ഇൻ സെക്ഷൻ 43 വിത്ത് ഇംപ്രിസൺമെന്റ് അപ് ടു 3 years? ഏതാണ്? സെക്ഷൻ 66 ആണ് പറയുന്നത്. അടുത്ത 13, സെക്ഷൻ 66F ഓഫ് IT Act ഡീൽസ് വിത്ത്, എന്താണ് 66F പറയുന്നത്? സൈബർ ടെററിസത്തെ പറ്റിയിട്ട്. 14ാമത്തെ ക്വസ്റ്റ്യൻ, സെക്ഷൻ 67A ഓഫ് IT Act പ്രൊവൈഡ് പണിഷ്മെന്റ് ഫോർ പണിഷിംഗ് സെക്ഷുവലി എക്സ്പ്ലിസിറ്റ് കണ്ടന്റ്. 15, വിച്ച് അമെൻമെന്റ് ഇൻട്രൊഡ്യൂസ് ദ കൺസെപ്റ്റ് ഓഫ് ഇലക്ട്രോണിക് സിഗ്നേച്ചർ അണ്ടർ IT Act? 2008 അമെൻമെന്റ് പ്രകാരം. 16, വിച്ച് കോൺട്രവേഴ്സിയൽ സെക്ഷൻ പണിഷ്ഡ് ഫോർ ഒഫൻസീവ് മെസ്സേജ് ത്രൂ കമ്മ്യൂണിക്കേഷൻ സർവീസ്? ഓപ്ഷൻ ബി, സെക്ഷൻ 66A ആണ്. 17, വിച്ച് നോഡൽ ഏജൻസീസ് അസോസിയേറ്റഡ് വിത്ത് സൈബർ സെക്യൂരിറ്റി അണ്ടർ IT Act? ഓപ്ഷൻ ബി, CERT in. 18, വിച്ച് സെക്ഷൻ പണിഷസ് മിസ്റെപ്രസെന്റേഷൻ ടു കൺട്രോളർ ഓർ സർട്ടിഫൈയിങ് അതോറിറ്റി? ആൻസർ ഓപ്ഷൻ ബി, സെക്ഷൻ 71. 19, the IT Act 2000 empowers the government of India to block website and intercept data. 20, a major disadvantage of IT Act 2000 is it failed to address domain name and IPR issues. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം പഠിച്ചിരിക്കുമായതുകൊണ്ടാണ് വേഗം പറഞ്ഞത്. മാക്സിമം MCQs ഒക്കെ നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. പേപ്പർ നമ്പർ 2 തന്നെ പേപ്പർ നമ്പർ 1 വേഗത്തിൽ ഓടിച്ചിട്ട് വായിക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള SI പോലെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ നിങ്ങൾ ഇന്ന് തന്നെ നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.